ഗീ റോസ്റ്റ് റെസിപ്പി ട്രൈ ചെയ്താലോ? അപ്പൊ നിങ്ങൾ ഓർക്കും സാധാരണ നെയ് റോസ്റ്റ് ആണെന്ന്. അല്ലേ അല്ല, ചിക്കൻ കൊണ്ടൊരു ഗീ റോസ്റ്റ് റെസിപ്പി. മാംഗ്ലൂരുകാരുടെ ഫേവറേറ്റ് റെസിപ്പിയാണ്. നോക്കാം എങ്ങനെ ചെയ്യാം. ഗീ റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു നാരങ്ങയുടെ നീര്, 1 ടേബിൾ സ്പൂൺ തൈര്, ഒരൽപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഇപ്പൊ നല്ലപോലെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു 10-20 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ആ മാറ്റി വെക്കുന്ന സമയത്തിന് നമുക്ക് ഇതിനോട്ടൊരു ഗ്രേവി പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതിലോട്ട് പോവാം. ഞാൻ പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇത് പിരിയൻ മുളകാണ്, വറ്റൽ മുളകല്ല, പിരിയൻ മുളക് പൊടി. ഇതിന് കളർ മാത്രമേ ഉള്ളൂ, വലിയ എരിവില്ല. അതൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് വറ്റൽ മുളക് ഒരു 5 എണ്ണം, സാദാ ജീരകം, പെരിഞ്ജീരകം, കുരുമുളക്, പച്ചമല്ലി, ഒരൽപ്പം ഉലുവ. ഇത്രയും നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലൊരു മണം വരുന്നിടം വരെ, ആ ഒരു സ്പൈസസിന്റെ മണം വരുന്നിടം വരെ നമ്മൾ നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. മസാലയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഒപ്പം ഒരൽപ്പം വെളുത്തുള്ളി, വാളൻ പുളി, കുതിർത്ത് വെച്ച വെള്ളവും അല്പം പുളി, ഇതും കൂടെ ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് ആക്കി നമുക്ക് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചു കിട്ടണം. ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. പാൻ ചൂടാക്കി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഗീ റോസ്റ്റ് ആവുമ്പോൾ നെയ്യ് മസ്റ്റ് ആണല്ലോ, ഒട്ടും കുറയ്ക്കണ്ട. ഒരു 4 ടേബിൾ സ്പൂണോളം, 4-5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ നെയ്ക്കകത്തൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ചിക്കൻ ഒരു 1/4 വേവായിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ പാനിൽ നമുക്ക് ഗ്രേവി ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ചിക്കൻ മാറ്റി വെക്കാം. വീണ്ടും അതേ നെയ്യിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ നമ്മളുടെ അരപ്പ് ഒന്നിതാക്കി ഒഴിച്ചു കൊടുക്കാം. കാരണം ഗ്രേവി നല്ലപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഗ്രേവി നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഗീ റോസ്റ്റിന്റെ നെയ്യൊക്കെ നല്ലപോലെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരൽപ്പം ശർക്കര ചേർത്ത് കൊടുക്കാം. ആ ഒരു ബാലൻസ് ചെയ്യാൻ പുളിയും എരിവുമെല്ലാം. ഒപ്പം കുറച്ച് നെയ്യും ഫ്രഷ് കറിവേപ്പിലയും. ശർക്കര കൂടി അലിഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം.